ഇപ്പോൾ അടുത്തിറങ്ങിയ one of the, I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്, I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. And with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. Now, സിനിമ ജീവിതത്തെ റിഫ്ലക്ട് ചെയ്യുന്ന സംഭവമാണ്, സൊസൈറ്റി റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ശരിയാണ്, സത്യമാണ്. പക്ഷെ the line we draw is when we glorify it or we don't glorify it. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's oh so sexy and cool. And അതൊരു പക്ഷം ശരിയാണ്. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിച്ചുകൊണ്ടേയിരിക്കും. We wouldn't want to allow such a perception of heroism because we know where we come from. Our fellow actors and directors, most of them who have supported us in our collective, they're all willing to have this conversation with us, and that's all positive, that's all great. Adinte adutha side of the coin, another side of the coin is, what about a woman's sexual perspective in cinema? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ടീനേജിൽ ഞാൻ കണ്ടു വളർന്ന സിനിമകളിൽ ഈ പറഞ്ഞ മെയിൽ പെർസ്പെക്റ്റീവ് ഓഫ് വിമൻ കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം റിലേഷൻഷിപ്സിൽ ഞാൻ ആ ഒരു ആസ്പിറേഷണൽ ലെവലിൽ എത്താനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. I wanted my man to see me as that so that he would love me. I never thought in cinema ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്ന് കാണാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എ വുമൻ ഐ ഹാഡ് ടു റീഡ് ബുക്സ്. ലിറ്ററേച്ചറിലൂടെയാണ് ഒരു സ്ത്രീയുടെ പ്രണയമെന്ത്, പ്രണയത്തിന്റെ ഒരു കാൽപ്പനികത ബോധം എന്താണ്, എന്തായിരിക്കും അവരുടെ സെക്ഷൽ ഫാന്റസീസ്, ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച പോയിട്ട് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ കാണിക്കുന്ന സിനിമയിൽ ആ സ്ത്രീക്ക് എന്ത് പറയാനുണ്ട്, ആ സ്ത്രീ എന്താണ് പുരുഷനിൽ കാണുന്നതെന്ന് പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസ്പെക്ട് കൂടെ ഐ ഹാവ് സീൻ ദാറ്റ് ഇൻ മെനി സിനിമ, ഇൻ എസ്പെഷ്യലി Malayalam cinema, and I would like to see that. I'm glad Parvathy you say that. It is so important for the health of our teenagers. No. Because let me just add, idinte illayma has caused me to be in an abusive relationship where the boy had to put out cigarette butts on my leg and I thought it is out of love. You know why? Because our cinema taught me that is love. സ്നേഹം ഉണ്ടെങ്കിൽ അടിച്ചിരിക്കും മുഖത്ത്, നമ്മൾ നന്നാക്കാൻ നമ്മൾ അടിച്ചിരിക്കും, and we will fall in love more. And I don't want this to happen again to any other girl who is growing up watching my films. So I make sure, that that's not done in my films. So we are talking about what Rima said. ഇതൊരു സോഷ്യൽ ലെവൽ, എക്കണോമിക് ലെവലിൽ വരണം മാറ്റം. സോഷ്യൽ ലെവലിൽ മാറ്റം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കാഴ്ചപ്പാട് മാറ്റണം. കാഴ്ചപ്പാട് മാറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ബ്രിങ് ആൻ ഈക്വൽ റെപ്രസെന്റേഷൻ, balance the narrative. We want to know what the men want to see. We do. We're not saying don't say it, but also tell what we have to say. It's everybody has space to create here. Thank you so much. All the best. ഇത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടി കൂട്ടുന്നില്ലേ ഇപ്പോൾ? എൻ്റെ ഉത്തരവാദിത്തം എന്നേക്കും തുടക്കം മുതലേ, നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ മുതലേ എൻ്റെ ഉത്തരവാദിത്തം നല്ല സിനിമകൾ തന്നെ ആയിരിക്കണം. മലയാള സിനിമയുടെ പേര് എപ്പോഴും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതായിരുന്നു. ടേക്ക് ഓഫിലാണ് ഏറ്റവും കൂടുതൽ അത് കിട്ടിയിരിക്കുന്നത്. അതിനിയും അതിനെ അതേപോലെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. പാർവതിയുടെ സിനിമ ആദ്യമായിട്ടാണ് IFFKയിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിലാണെങ്കിൽ കൂടി ഈ മേളയിലും ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു? IFFK എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക സമോസയും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ താഴെ ഒക്കെ ഇരുന്ന് സിനിമ കണ്ട ഓർമ്മകളാണ് എനിക്ക്. IFFK എന്ന് പറയുമ്പം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെയാണ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം എ ഗസ്റ്റ് ഹിയർ. കാര്യം സിനിമയിൽ എപ്പോഴും IFFKയിലൂടെയാണ് പല പഠനങ്ങളും പല കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുള്ളത്. സോ അവിടെ തന്നെ ടേക്ക് ഓഫിൻ്റെ ഒരു ഇതേപോലൊരു അംഗീകാരവും എസ്പെഷ്യലി കമൽ സാറൊക്കെ എനിക്ക് പൊന്നാടണി തരിക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഒരു പാറ്റ് ഓൺ ദ ബാക്കാണ്. ഡു വെൽ, കീപ് ഡൂയിങ് ദിസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ മലയാളവും തമിഴും ഒക്കെ കടന്ന് ഹിന്ദിയിലേക്ക് കൂടി പോയിരിക്കുകയാണ്. ഒരു വലിയ ക്യാൻവാസിലേക്ക് കൂടി അഭിനയം വ്യാപിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ ഇതാണ് ഇങ്ങനെ വേർത്തൊലിച്ച് ആകെ വയ്യാതെയായിട്ടിരിക്കുകയാണ്. നോ, ഐ മീൻ ഐ ഫീൽ ലൈക്ക് an actor does not have a limitation when it comes to industries. I don't think that's there ever. എൻ്റെ മനസ്സിൽ ഒരിക്കലും ആ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഐഡിയ വന്നിട്ടുണ്ടായിരുന്നില്ല, പണ്ട് മുതലേ ഞാൻ പറയണതാണ്. അതേപോലെ തന്നെ ഇപ്പം ഹിന്ദിയിലാണെങ്കിലും തിരിച്ചിപ്പം മലയാളത്തിലുണ്ട്, ചിലപ്പം പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമയാവാം, അല്ലെങ്കിൽ ഒരു മറാഠി ഫിലിം ആവാം. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഹ്യൂമൻ സ്റ്റോറീസ് കിട്ടുക എന്നുള്ളതാണ് വാട്ട്സ് മോർ ഇമ്പോർട്ടൻറ്റ്. WCCയുടെ പ്രവർത്തനമൊക്കെ ഏത് രീതിയിൽ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ചെയ്തികളിലൂടെയും നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ പോലും എസ് ദുർഗ ന്യൂഡ് സിനിമകൾ ഇഫിയിലടക്കം വലിയ വിവാദങ്ങൾ ഇപ്പോൾ IFFKയിലും വീണ്ടും അത് പ്രശ്നമാണ്. എങ്ങനെ ഈ ഒരു I wouldn't be able to speak for the people who've decided to not screen it here. ഞാൻ അവർക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം I don't believe in censoring at all. I believe in saying sexy Durga, not S Durga. I don't think that we need to mix religion and faith and art in such a way. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും സെൻസിറ്റീവ് ആവേണ്ട വേറെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റും ഈ റിലീജിയസ് ഓർഗനൈസേഷൻസും ചെയ്യുന്നുണ്ട് നമുക്കെതിരെയായിട്ട്, നമ്മുടെ സമൂഹത്തിനെതിരെയായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് നിർത്തിയിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ്. ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടും സുരഭി ലക്ഷ്മി അക്കാദമി ക്ഷണിച്ചില്ല എന്നൊരു ആരോപണമുണ്ട്. അതിൽ WCC അംഗങ്ങൾ ആരും തന്നെ പ്രതികരിച്ചില്ല. എന്ത് പറയും? ഞാൻ പ്രതികരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ഏറ്റവും ആദ്യമുള്ള ഫെലിസിറ്റേഷനിൽ WCC അംഗങ്ങളെല്ലാവരും അവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ ട്രൈങ് ടു ഡിസ് എനിബഡി ഹിയർ. ഐ മീൻ നമ്മുടെ ഒരു ചലച്ചിത്ര മേള നടത്തുമ്പോൾ ദർ ആർ സെവറൽ അതർ തിങ്സ് ദാറ്റ് ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ. ആൻഡ് ഫെലിസിറ്റേഷൻ്റെ കാര്യത്തിൽ വി ഹാവൻറ്റ് ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ്. വി ഹാവൻറ്റ് ഹാഡ് ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ട്രഡീഷൻ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടില്ല നമ്മുടെ ചലച്ചിത്രമേളയിൽ നോക്കുകയാണെങ്കിൽ തന്നെ. സോ ഇറ്റ്സ് നോട്ട് ഒരു സിംഗുലർ അറ്റാക്ക് ഓൺ വൺ ആക്ടർ ഇൻ എനി വേ, because she knows, I know Surabhi knows that we love her and we respect her. I'm sure that we can take care of the situation in a much cordial way. സുരഭിയെ നിങ്ങളായിട്ട് ക്ഷണിക്കാനുള്ള സാധ്യത? I'm sure we can do that, but I think Surabhi already knows that we are very proud of her, you know. So thank you so much. Yeah.